നമ്മൾ അതിരാവിലെ തന്നെ ഞങ്ങൾ റോസ് ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. റോസ് ഗാർഡനിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെ ഗേറ്റ് ക്ലോസ് ആക്കിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടെ പോയി. അവിടെ അടുത്തായിട്ട് നല്ല റോസ് ഗാർഡൻ 2 സൈഡിലായിട്ട് നല്ല തട്ടുകടകളുണ്ട്. അവിടെ പോയപ്പോൾ രാവിലെ നല്ല ഭൂരിയും ചട്നിയും വടയും എല്ലാം ഉണ്ടായിരുന്നു. ഒരു ഭൂരിയും ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് ഫോട്ടോഷൂട്ടും കാര്യങ്ങൾ നടന്നപ്പോഴത്തേക്ക് ഏതാണ്ട് 9:15 ആകുമ്പോഴത്തേക്ക് റോസ് ഗാർഡൻ തുറക്കും. അതിന് മുന്നായിട്ട് ഞങ്ങളവിടെ കുറച്ച് ഫ്ലവറും കാര്യങ്ങളൊക്കെ വിൽക്കാൻ പറ്റും. അതൊക്കെ ഒന്ന് മേടിച്ചു. ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊക്കെയാണ് അവരുടെ തള്ളലൊക്കെ ലോങ് ലാസ്റ്റൊക്കെയാണ്, പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ല. അപ്പോൾ ഏതാണ്ട് ടിക്കറ്റൊക്കെ ഓപ്പണായി 9:15 ആയപ്പോഴത്തേക്ക് ടിക്കറ്റൊക്കെ കൊടുത്തു തുടങ്ങിയിട്ട് ആളുകൾ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കയറുമ്പോഴേ തന്നെ ഇരു സൈഡിലായിട്ട് നല്ല ചെടികളൊക്കെ നല്ല കട്ടൊക്കെ നമുക്ക് നല്ല പല തരത്തിലുള്ള റോസാപ്പൂക്കൾ മാത്രമല്ല, അതുപോലെ പല ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് നമുക്കവിടെ കാണാൻ പറ്റും. ഇത് ഒരു പെർ ഹെഡിന് 25 ദിർഹമാണ് ഇവിടുത്തെ എൻട്രൻസ് ഫീസ്. അതുകൂടാതെ പലതരത്തിലുള്ള മൂവി ഷൂട്ടിങ് അതിനൊക്കെ ആയിട്ടുള്ള പ്രത്യേക അഡീഷണൽ ചാർജസും ഉണ്ട്. നമുക്ക് കാണാവുന്നതാണ്. റോസാപ്പൂക്കൾ കൂടെ പലതരത്തിലുള്ള ഫ്ലവർ ചെടികൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. അതുകൂടാതെ നമുക്ക് ഫോട്ടോഷൂട്ടിന് ആവശ്യമായ സ്പേസുകളൊക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ട്. ഫ്ലവേഴ്സ് കൊണ്ട് തന്നെ ഒരുപാട് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഏതാണ്ട് 3-4 ഏക്കറിനുള്ളിലാണ് ഈ റോസ് ഗാർഡൻ വരുന്നത്. അതുകൂടാതെ നമുക്ക് നാട്ടിൽ നമുക്ക് പരിചിതമായ ഒരുപാട് ചെടികൾ നമുക്കിവിടെ കാണാൻ പറ്റും. ആ ചെടികൾ തന്നെ നമുക്ക് റോസ് ഗാർഡന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവിടെ മേടിക്കാനും കിട്ടുന്നുണ്ട്. ഇവിടെ ഒരുപാട് നഴ്സറികൾ ഇവിടെ നമ്മളെ കൊടൈക്കനാലിൻ്റെ പല ഭാഗങ്ങളിലെ ഒരുപാട് നഴ്സറികൾ, ഇത് എല്ലാ തരത്തിലുള്ള ചെടികളും അവിടെ നഴ്സറികളിൽ മേടിക്കാൻ കിട്ടുന്നുണ്ട്. ഞങ്ങൾ രാവിലെ തന്നെ കയറിയത് കൊണ്ട് വലിയൊരു തിരക്ക് കുറവാണ്. ഒരു 10 മണി 11 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ഇവിടെ തിരക്ക് നല്ല കൂടുന്നുണ്ട്. മെയിനായിട്ട് ഞങ്ങളതായിട്ടുള്ള കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ചെയ്തു. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല സ്പേസാണ്. ആളുകൾ കൂടിക്കഴിഞ്ഞാൽ ലേറ്റായി കഴിഞ്ഞാൽ ആൾ കൂടും. നമുക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നും നല്ലത് നടക്കത്തില്ല. നമുക്ക് പരിചിതമായ നമ്മൾ നാട്ടിലൊക്കെ കണ്ടിരുന്ന പല ചെടികളും ഇവിടെ ഉണ്ട്. ഒരു നല്ല കളർഫുള്ളായിട്ടാണ് ഇവർ റോസ് ഗാർഡൻ സെറ്റാക്കിയിട്ടുള്ളത്. നമ്മളിവിടെ കയറുമ്പോൾ തന്നെ കാണാം. അതുകൂടാതെ തന്നെ ഇവിടെ പലതരത്തിലുള്ള ചെറിയ ചെറിയ വാട്ടർഫാൾസും കാര്യങ്ങളും എല്ലാം അവർ സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചെറിയ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. പുതിയ കുറേ അറേഞ്ച്മെൻറ്റ്സൊക്കെ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കാണാവുന്നതാണ്. അതുകൂടാതെ തന്നെയാണ് കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കുകൾ എല്ലാം അവരവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻറ്റും ആവും അത്. പൊതുവെ രാവിലെ ആയതുകൊണ്ട് തന്നെയാണ് റഷ് വളരെ കുറവാണ്. ഇപ്പോൾ റഷ് ചെറുതായിട്ട് കൂടി വരുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത തന്നെ പലതരത്തിലുള്ള റോസാപ്പൂക്കളാണ്. നമുക്ക് എത്ര ടൈപ്പ് റോസാപ്പൂക്കൾ ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല. അത്ര പല ടൈപ്പുകൾ. അതുപോലെ തന്നെ നമ്മളെ ട്രീ കൊണ്ട് സെറ്റാക്കിയ കേവുകൾ കാര്യങ്ങൾ എല്ലാം. കൊടൈക്കനാൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്രധാന സ്ഥലമാണ് നമുക്ക് റോസ് ഗാർഡൻ. അതുകൂടാതെ തന്നെ റോസ് ഗാർഡനിൽ കൂടെ തന്നെ കൊടൈക്കനാൽ പോകാൻ പറ്റിയ 15 സ്പോട്ടുകൾ അതിലുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ അതും കാണാവുന്നതാണ്. മെയിനായിട്ട് ഇവിടെ നടക്കുന്നത് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നടക്കുന്നത്. കല്യാണം അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ടാണ് മെയിനായിട്ട് ഇവിടെ നടക്കുന്നത്. അത് രാവിലെ വരുവാണെങ്കിൽ ചൂടും കാര്യങ്ങളൊക്കെ പൊതുവേ കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.